പക്ഷേ ഈ 5 വർഷം വരെ തടവ് കിട്ടാൻ സാധ്യതയുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടുകയും 30 ദിവസം വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പെടുകയും ചെയ്താൽ അത്തരം ആൾക്കാരെ, അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ, കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, അവരെ അയോഗ്യരാക്കുക, സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക. പണ്ട് ഇത്തരം അഴിമതി ആരോപണങ്ങൾ നേരിട്ടാൽ അവരുടെ ഔദാര്യം കണക്കെ ധാർമ്മികത മുൻനിർത്തി രാജിവെച്ചൊഴിയുന്നു എന്നുള്ളൊരു പ്രയോഗം നടത്തി മാസ് ഡയലോഗ് ഇട്ട് അങ്ങ് ഇറങ്ങിപ്പോയാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 30 ദിവസം തടവിൽ കഴിഞ്ഞാൽ അവരെ നിർബന്ധിതപൂർവ്വം ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കും. അതിനുള്ള ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പ്രതിപക്ഷം ഒരാശങ്ക ഉന്നയിക്കുന്നു. ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം ഒരു നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ നേതാക്കൾ നടത്തുന്ന അഴിമതി ആരോപണങ്ങൾ നമുക്ക് സുപരിചിതമാണ്. നിരവധിയായ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു നിയമം പ്രസക്തമാണ്. പക്ഷേ ഈ ആശങ്ക അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? അല്ല, ആശങ്ക തള്ളിക്കളയാൻ പാടില്ല. അത് ഏത് നിയമം, പുതിയ ഒരു ഇന്നോവേറ്റീവായ ഏത് നിയമനിർമ്മാണം നടത്തുമ്പോഴും അതിനെക്കുറിച്ച് ആശങ്കകളുണ്ടാവും. പക്ഷേ അത് നിയമം പിറന്നിട്ട് നിയമത്തിൻ്റെ സൽഫലങ്ങൾ അല്ലെങ്കിൽ സൽഗുണങ്ങൾ, സതുദ്ദേശം പരിഗണിച്ചിട്ട് നിയമം ഉണ്ടായി വന്നിട്ട് ഡ്യൂ കോഴ്സിൽ, അതായത് ആ നിയമം നടപ്പിലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടികളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളോ അതുകൊണ്ടുള്ള ദൂഷ്യങ്ങളോ കറക്റ്റ് ചെയ്യാൻ പിന്നെയും അവസരമുണ്ടല്ലോ. സത്യത്തിൽ ഇപ്പോൾ ഈ നിയമം നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെതിരായി പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നത് എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഇത് നാളെ എനിക്കെതിരെ വരുമോ? ഇപ്പോൾ BJP ഭരിക്കുന്ന BJP പ്രതിപക്ഷത്ത് ഉള്ളത് BJPയും NDAയും അല്ലാത്തവരൊക്കെ പ്രതിപക്ഷത്താണല്ലോ. അപ്പോൾ അവർ ഈ നിയമത്തെ ശക്തിയുക്തി എതിർക്കുന്നു. സാധാരണ രീതിയിൽ നിയമം കൊണ്ടുവന്നാൽ അതിൽ ഭേദഗതിയാണ് നിർദ്ദേശിക്കുക. ഇത് ഭേദഗതിയല്ല, ശക്തമായിട്ട് എതിർക്കുകയാണ്, ഒപ്പോസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അങ്ങനെയാണോ ജനാധിപത്യത്തെ നേരിടേണ്ടത്? ഇന്ന് വരെ നമ്മളൊരു നിയമം നിർമ്മിച്ചിട്ട് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭേദഗതി വരുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇതല്ല, ഒരു നിയമം മുളച്ചു വരുന്നതിന് മുമ്പേ, നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പേ പാർലമെൻറ്റ് സ്തംഭിച്ച് വലിയ കോലാഹലങ്ങളിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തിൽ നമുക്ക് ഇപ്പോഴും ഇല്ലാത്തൊരു നടപടി തിരിച്ചു വിളിക്കാനുള്ള അവകാശം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇല്ല. അമേരിക്കൻ പാർലമെൻറ്റിൽ പോലും നമുക്ക് ഇംപീച്ച് ചെയ്യാനൊക്കെയുള്ള അവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അതില്ല. സത്യത്തിൽ അപൂർവമായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ അഴിമതി മുക്തമാക്കാനുള്ള ഒരു നേരിയ സംവിധാനമെങ്കിലും ആയിരുന്നു നമ്മുടെ ലോകായുക്ത. ഓർമ്മയില്ലേ? അത് നമ്മൾ വെള്ളം ചേർത്ത് നശിപ്പിച്ചു. ലോകായുക്തയെ നശിപ്പിച്ച ആളുകളാണ് ഇപ്പോൾ ഇതുപോലെ അതിന് സമാനമായ എന്തൊക്കെ പറഞ്ഞാലും എന്താപ്പോൾ കുറ്റം പറയുന്നത്? ഒരു തടവിലിടാൻ മാത്രമുള്ള കുറ്റകൃത്യം ചെയ്ത ഒരാൾ, അയാൾ ജനപ്രതിനിധിയാണെങ്കിൽ അയാളെ മാറ്റി നിർത്തും, അല്ലെങ്കിൽ അയാളെ പുറത്താക്കും എന്നല്ലേ പറയണത്. ജനാധിപത്യ പ്രകാരം ഒരു വ്യക്തിപരമായി ഒരാൾ എന്ത് കുറ്റം ചെയ്യുന്നതിനേക്കാളും ഗൗരവമുള്ളതല്ലേ ഒരു പൊതുപ്രവർത്തകൻ കുറ്റം ചെയ്യുന്നത്? മാത്രമല്ല, അയാൾ ജനപ്രതിനിധി ആകുന്നതിന് മുമ്പ്, അയാൾ MLAയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആകുന്നതിന് മുമ്പ് ചെയ്ത കുറ്റത്തേക്കാൾ ഗൗരവമല്ലേ ആയിട്ട് ചെയ്യുന്നത്? കാരണം അയാൾ ജനങ്ങൾക്ക് വേണ്ടി എല്ലാതരം അയാളുടെ എല്ലാ ദൂഷ്യങ്ങളും ജാഗ്രതയോടെ പരിഹരിക്കേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാൾ ശിക്ഷാർഹമായ കുറ്റം ചെയ്താൽ അയാളെ മാറ്റി നിർത്തണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റോ ഭരണകക്ഷിയോ പറയുമ്പോൾ അവർ പറയുന്നതിനേക്കാൾ ആവേശത്തോടെ അത് ഏറ്റെടുക്കുകയല്ലേ പ്രതിപക്ഷം ചെയ്യേണ്ടത്? പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ED ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ BJP കൊടുക്കുന്ന നിർദ്ദേശാനുസരണം രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ കേസുകൾ എടുക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെല്ലാം തന്നെ അതിൻ്റെ നടപടികൾക്ക് വിധേയമായി ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഒരു കളങ്കവും പേറി ജീവിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായി കേസുകൾ എടുക്കുന്നു. നിയമ സംവിധാനങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കടന്നുകൂടിയിരിക്കുന്നുള്ള വിമർശനം വളരെ വലുതായിട്ട് ഉയർന്നും വരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ആശങ്കയിൽ കുറച്ചൊക്കെ നമ്മളും ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. അല്ല, ആശങ്കയുണ്ട് തീർച്ചയായും. ഞാൻ ആ ആശങ്കയെ ചെറുതായിട്ട് കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിയമത്തിൽ കൊണ്ടുവരേണ്ട ഭേദഗതി എന്താണ്? ഒന്ന്, ഈ നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാന പ്രകാരം ഇപ്പോഴും ആഭ്യന്തരം, പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും, വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികളൊക്കെ തന്നെ അതാത് സ്റ്റേറ്റുകളുടെ നിയന്ത്രണത്തിലാണ്. ഇനി അപൂർവം കേസുകളിൽ മാത്രമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇടപെടുന്നത്. അത് ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളിലാണ്. ഒന്നാമത് നമ്മുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക നയവുമായിട്ട് ബന്ധപ്പെട്ട, വിദേശ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രാജ്യദ്രോഹ കുറ്റം, ഭീകരപ്രവർത്തനം, ഇത് മാത്രമല്ല ഇപ്പോൾ കേന്ദ്രം ഇടപെടുന്നുള്ളൂ. അപ്പോൾ അത്തരം കേസുകളിൽ വേണമെങ്കിൽ ഇളവ് ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാവുന്നത് ഈ അതാത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ
അന്വേഷണ പ്രകാരം ചാർജ് ചെയ്യപ്പെട്ട കേസുകൾക്ക് മാത്രമേ ഇത് ബാധകമാക്കാവൂ എന്നൊരു ഭേദഗതി കൊണ്ടുവരാം. അതല്ല, കേന്ദ്രം അന്വേഷിച്ചിട്ട് കുറ്റവാളിയാണെന്ന് വിധി എഴുതിയാൽ ആ കേസിനെ കോടതി അന്തിമമായ തീർപ്പ് കൽപ്പിക്കുന്നത് വരെ, ഇപ്പോൾ ED ചാർജ് ചെയ്തൊരു കേസിൽ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അന്തിമമായി തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഈ ജനപ്രതിനിധിയുടെ പേരിൽ, ജനസേവകൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പാടില്ല, രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പേരിൽ നടപടിയെടുക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാം. അപ്പോഴും ആലോചിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ്? ഇതിൽ ഭേദഗതി എന്തൊക്കെ വരുത്തണം? സത്യത്തിൽ നിയമനിർമ്മാണത്തിൽ പ്രതിപക്ഷം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയേറ്റീവായ കോൺട്രിബ്യൂഷൻ ഭേദഗതി നിർദ്ദേശിക്കലാണ്. ഒരുപക്ഷെ നിയമം കൊണ്ടുവന്ന അത് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ നിയമമന്ത്രിക്കോ അമിത്ഷാ ആണ് ഇത് അവതരിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രിക്കോ കാണാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആ പാർലമെന്റിന് ആ സമയത്ത് കാണാൻ പറ്റാത്ത പലതും, ഭരണകക്ഷിക്ക് കാണാൻ പറ്റാത്തത്, ട്രഷറി ബെഞ്ചിന് കാണാൻ പറ്റാത്തത് ഓപ്പോസിഷന് കാണാൻ പറ്റും. അത്തരം നിർദ്ദേശങ്ങളല്ലേ ക്രിയേറ്റീവ് ആകുക? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുക. എന്താ അതിൻ്റെ അർത്ഥം? കാലാകാലവും കേന്ദ്രം BJP തന്നെ ഭരിക്കും, ഞങ്ങൾ എന്നും പ്രതിപക്ഷത്തിരിക്കും, ഞങ്ങൾക്കെതിരെ ED വരും, ഞങ്ങൾക്കെതിരെ NIA കേസ് വരും എന്ന് ഭയപ്പെട്ടിരിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇവർക്ക് കോൺഫിഡൻസ് ഇല്ല എന്നല്ലേ അർത്ഥം? അതും അതിൻ്റെ കൂടെ വായിക്കണമല്ലോ. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ ഞങ്ങൾ മാറ്റും, ജനാധിപത്യ രീതിയിൽ മാറ്റും, ഞങ്ങൾ അധികാരത്തിൽ വരും. അപ്പോൾ എന്താ ആശങ്ക? അപ്പോൾ ഇതിൽ രാഷ്ട്രീയക്കാർക്ക് പൊതുവേ നഷ്ടപ്പെട്ട ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഇന്നത്തെ ഭരണകക്ഷി എന്നും ഭരണകക്ഷിയല്ലല്ലോ, ആവാൻ പാടില്ലല്ലോ, അവർ പ്രതിപക്ഷമാകണം. ഇന്നത്തെ പ്രതിപക്ഷം നാളെ ഭരണകക്ഷിയുമാകണം. അപ്പോൾ അതുകൊണ്ട് പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുമ്പോൾ ഒരു നിയമം നിർമ്മിക്കുന്നതിന് മുമ്പേ ആ നിയമത്തെക്കുറിച്ച് ഇവർ തന്നെ എന്താ പറയുന്നത്? ഇപ്പോൾ ഈ നിയമം ഞങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളൊക്കെ കുറ്റവാളികളാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ നിയമത്തിന്, ഈ ബില്ലിൻ്റെ വ്യവസ്ഥകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ അതിൽ ഉണ്ടെങ്കിൽ തിരുത്തി തരിക. ഇത് ഈ 5 വർഷം വരെ ശിക്ഷാ കാലാവധി ഉള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയാണ് ഇത് അയോഗ്യത കൽപ്പിക്കുക എന്ന് പറയുന്നു. പക്ഷേ ഇവർ ഈ 5 വർഷം ശിക്ഷ പൂർത്തിയാക്കിയാൽ വീണ്ടും ഇവർക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ അയോഗ്യതയില്ല. വീണ്ടും തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിയമം കൊണ്ടുവരുന്നതിൽ എന്താ പ്രസക്തിയുള്ളത്? അതെ, അത് ന്യായമായൊരു ചോദ്യമാണ്. ഇതിൽ ഈ ഡ്രാഫ്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം അതാണ്. 5 കൊല്ലത്തെ ശിക്ഷ അനുഭവിക്കുന്നത് വരെ പൊതുജീവിതത്തിലില്ല. ശിക്ഷ അനുഭവിച്ച് എന്താ പറയുക, പശ്ചാത്താപ വിവശമായ മനസ്സോടെ പൊതുജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരിക്കലൊരു പാർലമെൻ്ററി ജനാധിപത്യത്തിലെ അനുഭവം വെച്ച് അയാൾക്ക് പിന്നെ റിട്ടയർമെൻറ്റ് കൊടുക്കുകയാണ് നല്ലത്. സമ്പൂർണ്ണമായ റിട്ടയർമെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ജാഗ്രത കൂടി ഉണ്ടാവും. ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാതിരിക്കാനും അബദ്ധങ്ങൾ പറ്റാതിരിക്കാനുമുള്ള കുറേ കൂടി ജാഗ്രത ഉണ്ടാവും. അത് ആ തരത്തിലൊക്കെ ആലോചിക്കട്ടെ തന്നെ. അതിപ്പോൾ ഏതായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഇല്ലാതെ തന്നെ ഇപ്പോൾ ഇത് ബില്ല് പാസ്സായി, അല്ലെങ്കിൽ അത് പാസ്സാക്കി വന്നാൽ ഇനി അതിൻ്റെ റൂൾസൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഭരണകക്ഷി വീണ്ടും പാർലമെന്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയല്ലേ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ആ JPCയും ആലോചിക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ, അതിന് സാങ്കേതികമായ പ്രശ്നങ്ങൾ വരുമായിരിക്കും ചർച്ചയ്ക്ക്. എന്തായാലും അത്തരം കാര്യങ്ങളും കൂടി ചർച്ചയ്ക്ക് വരട്ടെ. എന്തായാലും ബില്ല് JPC ചർച്ച ചെയ്ത് പാർലമെന്റിൽ വീണ്ടും വരുമ്പോൾ സമ്പൂർണ്ണമായ ഡ്രാഫ്റ്റ് വരും നമുക്ക് പ്രതീക്ഷിക്കാം.